ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായക്ക് വേണ്ടിയിട്ട് പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ രാവിലെ തന്നെ ഒരു മുട്ട ബുൾസൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. പപ്പായ ഉണ്ട്, പപ്പായ ഇപ്പോൾ പഴുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് പറിച്ചിട്ടില്ലെങ്കിൽ കിളികൾ വന്ന് കൊത്തി കൊണ്ടുപോകും. അപ്പോൾ ഞാൻ വന്നപ്പോൾ പാല് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം പൊടി ഇട്ടിട്ട് നമുക്ക് ചായ മാറ്റിയെടുക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ക്രീമി ആയിട്ടുള്ള പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ പാസ്ത വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു കൃത്യമായിട്ട് കണക്കൊന്നും വെച്ചിട്ടില്ല, ഒരളവിന് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാസ്തേൻ്റെ ഇതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പൊട്ടി പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചെടുക്കുന്നത്. അത് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാസ്തയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഞാനത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 വറ്റൽമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എരിവിനനുസരിച്ചും കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തോട്ട് ഞാൻ 4 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലിങ്ങനെ വരും. ആ റോ സ്മെല്ല് മാറുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സവാള കേട്ടോ, ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിനകത്തോട്ട് ഞാൻ ഒരു 1.5 തക്കാളി കേട്ടോ, 1.5 തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം ഇതൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ഒന്ന് മൂത്ത് വരിക കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ഒരു 1.5 കപ്പ് പാലുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദ കലക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ നമുക്ക് കട്ട കൂടാണ്ട് തന്നെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. ഇനി ആ സെയിം പാനിനകത്ത് തന്നെ ഞാൻ ഈ പാലിൻ്റെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നേരത്തെ നമ്മുടെ തക്കാളിയുടെ ഇത് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിതിൽ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കട്ട കുത്താതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് തിളച്ച് ഇതിൻ്റെ റോ സ്മെല്ല് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മിശ്രിതം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കട്ടയൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ട് എല്ലാ രീതിയിലും ആവുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നൊരു സമയം ഉണ്ടാവും. തിളച്ച് നന്നായിട്ട് കുറുകി വരുന്നൊരു പരുവം ഉണ്ടാവും കേട്ടോ. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മുടെ നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പാസ്തയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന അടിപൊളിയായിട്ടുള്ളൊരു പാസ്ത തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായി. ബൈ.